പൂജയോടൊപ്പം ഇന്നലെ ഷൂട്ടിംഗ് ആരംഭിച്ച ദുൽഖർ സൽമാൻ മൂവിയാണല്ലോ ഐ ആം ഗെയിം. നഹാസ് ഹിദായത്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാഴാഴ്ച മുതലായിരുന്നു ചിത്രത്തെക്കുറിച്ച് ഒഫീഷ്യലായിട്ട് ഓരോ അപ്ഡേറ്റുകൾ പുറത്തു വരാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യം തന്നെ പെപ്പെ ചിത്രത്തിൽ ഓൺബോർഡായ പോസ്റ്റർ വന്നു. അതിനുശേഷം മിഷ്കിൻ ഈ ഒരു ചിത്രത്തിൽ ഓൺബോർഡായ പോസ്റ്റർ വന്നു. അതിനുശേഷം ശനിയാഴ്ച കദിർ ഈ ഒരു ചിത്രത്തിൽ ഓൺബോർഡായ പോസ്റ്റർ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും 6 മണിക്ക് ചിത്രത്തിലെ പ്രധാന താരങ്ങളെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു വരികയാണ് ചിത്രത്തിലെ അണിയറക്കാർ. ഇന്നലെ പൂജയോടൊപ്പം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. പെപ്പയും അതോടൊപ്പം മിഷ്കിനൊക്കെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ദുൽഖർ സൽമാൻ അദ്ദേഹം തെലുങ്കിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആകാശം ലോ ഒക്കതാര എന്ന ചിത്രത്തിന്റെ ഷെഡ്യൂൾ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന്റെ ശേഷമാണ് ഐ ആം ഗെയിം എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യുക. നീണ്ട 2-2.5 വർഷത്തിന് ശേഷമാണ് ദുൽഖർ സൽമാൻ ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമായിരുന്നു ദുൽഖർ സൽമാൻ അവസാനമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചത്. തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു ആ ഒരു ചിത്രം. പ്രേക്ഷകർക്കിടയിൽ ഒരു പരാജയപ്പെട്ട സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. എങ്കിലും ഫിനാൻഷ്യലി സിനിമ നിർമ്മാതാക്കൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോഫിറ്റ് നേടിക്കൊടുത്ത സിനിമ കൂടിയായിരുന്നു. വീണ്ടും ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുമായിട്ട് മലയാളത്തിൽ കളം നിറയാൻ ദുൽഖർ സൽമാൻ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയിൽ സിനിമ ചെയ്യുമ്പോൾ വമ്പൻ താരങ്ങളും അണിനിരക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 3 പേര് ഓൺബോർഡായി കഴിഞ്ഞു. ഇന്നും 6 മണിക്ക് നമ്മൾ മറ്റൊരു പ്രധാന താരത്തെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കാം DQ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.